കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 18 മുതൽ 4-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളാണ് ദൈവസനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 18 മുതൽ 4-ന്റെ 1 വരെയുള്ള വാക്യങ്ങൾ, ഏകദേശം നമ്മൾ അതിന്റെ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അല്പമായി മനസ്സിലാക്കാനായി ശ്രമിച്ചിരുന്നു. 20-ഉം 21-ഉം 22-ഉം വാക്യങ്ങൾ ദൈവസനെ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 20, 21 and 22. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഇന്ന് രാത്രികാലവും ദൈവം അവസരങ്ങൾ തരുന്നല്ലോ. സ്തോത്രം. കർത്താവിനെ അറിയുക. കർത്താവിനെ നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. എന്നാൽ കൂടുതൽ നമ്മുടെ വിശദീകരണത്തിന്റെ വഴിയിൽ യേശുവിനെ തന്നെ കൂടുതൽ അറിഞ്ഞാൽ മതി എന്ന അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതി അറിയിക്കുമ്പോൾ, അതിനായിട്ട് കർത്താവിന്റെ ദാസൻ വിവിധ സാഹചര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം കുടുംബ ബന്ധങ്ങളിലേക്ക്, ആദ്യമായി ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറഞ്ഞതിന് ശേഷം മക്കളെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയും പറയുന്ന ഭാഗമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വായിച്ചത്. സ്തോത്രം. അതിൽ മക്കളെ പറ്റി പറയുന്ന ഭാഗത്തെക്കുറിച്ച് ഒരു ദിവസം ഞാൻ നല്ലതായി പറഞ്ഞിരുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്ന ആ വാക്യം, 20-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. സ്തോത്രം. എന്നാൽ അതിനുശേഷം രണ്ടാമതായി ആ ഭാഗത്തെ പറ്റി തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്ന ദിവസം നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് എൻ്റെ ചിന്തയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചതൊക്കെ അവിടെ എത്തിയോന്നോ, അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ അവസാനം രണ്ടാമത്തെ ഭാഗം പറഞ്ഞ സമയത്ത് പറഞ്ഞ ആ കാര്യങ്ങളെ ചുരുക്കി ഒന്ന് ഷെയർ ചെയ്യുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അവിടെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ എന്ന് പറഞ്ഞത് നമ്മൾ അന്ന് മനസ്സിലാക്കി, അതിനു മുമ്പത്തെ സമയത്ത് മനസ്സിലാക്കിയിരുന്നു, ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അന്ന് അതിന് ശേഷമുള്ള ഈ വാചകം എടുത്ത് പറയുമ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതായിരുന്നു. സ്തോത്രം. പ്രായമായ മാതാപിതാക്കളുള്ളവർ, അല്ലെങ്കിൽ സ്വന്തമായ മക്കളുണ്ട്, നമ്മൾ വളർന്നു, അങ്ങനെയാണെങ്കിൽ മക്കളായിരിക്കുന്നവരുടെ കടമ എന്താണ് എന്ന് നമ്മൾ അല്പമായ രീതിയിൽ ദൈവവചനത്തിൽ നിന്നും യേശുവിന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുവാനായി ശ്രമിക്കുകയായിരുന്നു. യേശു ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി ആയിരിക്കുന്ന സമയത്ത് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞതാണ്. അതൊന്നുകൂടെ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് യോഹന്നാനോട് ആ തൻ്റെ വേദനയേറിയ സമയത്ത് തൻ്റെ മാതാവിനോട് കാണിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മളന്ന് വായിച്ചിരുന്നു. സ്തോത്രം. ഇങ്ങനെയായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്: ഇതാണ് നിന്റെ മാതാവ്. യോഹന്നാനോട് പറയുകയായിരുന്നു, ഇതാണ് നിന്റെ മാതാവ്. ആമേൻ. മറിയോട് പറയുകയായിരുന്നു, ഇതാണ് നിന്റെ മകനെന്ന്. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ആ ദിവസം തന്നെ യോഹന്നാൻ മറിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി, തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ താൻ സുരക്ഷിതമായി കൊണ്ടുപോയി എന്നുള്ള ഒരു വാക്യം കൂടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഒരിക്കലും ചിന്തിക്കുന്നില്ല മറിയ തൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവം തിരഞ്ഞെടുത്ത, ഒരു പ്രത്യേകമായ ദൈവ പദ്ധതിക്കായി തിരഞ്ഞെടുത്ത യേശു ഈ ലോകത്തിൽ മനുഷ്യ ജന്മമെടുത്തു വരുമ്പോൾ, മനുഷ്യനായി വെളിപ്പെടുമ്പോൾ ആ ഭവനത്തിൽ പിറക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, മറിയയിൽ കൂടി വരണമെന്നുള്ളത്. നമുക്കറിയാമല്ലോ, ചിന്തകന്മാർ പറയുന്നത് ഒരുപക്ഷെ യോസഫ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. യേശുവിന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറിയുടെ മറ്റ് മക്കൾ ഒരുപക്ഷെ യേശുവിനെയും ഒപ്പം മറിയെയും ഒക്കെ വേണ്ടതുപോലെ ആദരിച്ചില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. സ്വത്രം. ഇനി അവരൊക്കെ കെയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും യേശുവിൻ്റെതായ ഭാഗം യേശു ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. അത് നമുക്ക് ഇപ്രകാരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്: യേശു കർത്താവ് മനസ്സിലായി തൻ്റെ ദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് താൻ ഇവിടെ നിന്നും പോകാൻ പോവുകയാണ്. തൻ്റെ മുന്നിൽ അമ്മ നിൽക്കുകയാണ്, മാതാവ് നിൽക്കുകയാണ്.
ഇനി കുറച്ചു കാലം കൂടി തനിക്ക് ആയുസ്സുണ്ട് എന്ന് യേശുവിനെ നന്നായിട്ട് അറിയാം. സ്തോത്രം. എന്നാൽ യേശു ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി നിന്നതല്ലേ, ഉയരത്തിൽ വരുമ്പോൾ ഞാൻ മാനിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അവിടെ വരട്ടെ, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ പ്രത്യേകമായ ചില പദവികളിൽ കൂടി ഞാൻ മറിയെ അവിടെ മാനിച്ചോളാം എന്ന് പറഞ്ഞ് യേശു കർത്താവ് അങ്ങ് പോവുകയല്ല. ഇനി യേശുവിന് മാനുഷിക രീതിയിൽ മറിയെ മാനുഷികമായി വന്ന് സഹായിക്കുവാൻ യേശു ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ തൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന, തൻ്റെ സ്നേഹത്തെയും കരുതലിനെയും നന്നായി അനുഭവിച്ചറിഞ്ഞ, തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒരുപക്ഷെ യേശുവിനെ ശേഷം മറ്റു ശിഷ്യന്മാരെക്കാൾ ഉപരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞ യോഹന്നാനെ, ചില ചിന്തകന്മാരുടെയും ബൈബിൾ ചില വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, യോഹന്നാൻ യേശുവിന്റെ മാതാവിന്റെ വുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബൈബിളിലെ ചില വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതായത് യേശുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയുമായി സഹോദരങ്ങളായി സഹോദരിമാരായിരുന്നു എന്ന് നമുക്ക് വചനത്തിലെ ചില ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. സ്തോത്രം. ഇതെല്ലാം കൂടെ, ഇത് കേവലം ഇതുകൊണ്ട് മാത്രമല്ല, മറിയ ഏറ്റവും സേഫ് ആയിരിക്കുവാൻ സാധ്യതയുള്ള, യേശുവിനോ നെഞ്ചോട് ചാരിയിരുന്ന, ചേർന്നിരുന്ന യോഹന്നാനെ തന്നെ തന്റെ മാതാവിനെ ഏൽപ്പിച്ചു പോകുമ്പോൾ യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കന്മാരെ കൈത്താങ്ങേണ്ടത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ്. അതൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായി വേണ്ടതാണെന്ന് യേശു ആ കഠിനമേറിയ സാഹചര്യത്തിലും നമ്മളോട് പറയുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മളോട് കൈമാറുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ആ വചനത്തിൽ നിന്നും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിച്ചിട്ട് ഇപ്രകാരമായിരുന്നു: വാർദ്ധക്യത്തിലാകുന്ന മാതാപിതാക്കൾ, അത് ഭാര്യയുടെ വീട്ടിലായാലും ഭർത്താവിന്റെ വീട്ടിലായിരുന്നാലും, ചില ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരം വെച്ച് ചിന്തിക്കാറുണ്ട്, വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നു, പിന്നെ അവിടെയുള്ള മാതാപിതാക്കളെ നോക്കുന്നു, അത് മാത്രമേ നമ്മുടെ ചിന്തയിൽ വരാകൂ എന്നുള്ള ഒരു രീതിയിൽ പലപ്പോഴും പഴയകാലത്ത് മുതൽ ഉള്ള ഒരു രീതിയാണ്. സ്തോത്രം. എന്നാൽ ബൈബിൾ പ്രകാരം നമ്മൾ രണ്ടുപേരെയും അതുപോലെ കാണുവാൻ തയ്യാറാകണം. സ്തോത്രം. ആമേൻ. ദൈവം നമ്മളെ ഒരു ശരീരത്തിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ഭാര്യയുടെ സ്തോത്രം പേരൻസും ഭർത്താവിന്റെ പേരൻസും നമ്മൾ ഒരു ശരീരമായി ഭാര്യാഭർത്തൃ ബന്ധത്തിലായിത്തീരുന്നത് കൊണ്ട്, സ്തോത്രം, രണ്ടുപേരെയും ഒരുപോലെ കരുതുവാൻ ആ പ്രമാണത്തിനനുസരിച്ച് നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആരുടെ വീട്ടിലാണോ, ഭാര്യയുടെ വീട്ടിലാണോ ഭർത്താവിന്റെ വീട്ടിലാണോ മാതാപിതാക്കൾ നമ്മളുടെ കെയറും നമ്മുടെ ആവശ്യവുമായി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അവർ ശാരീരികമായി ഓക്കെ ആയിരിക്കുന്നുവെങ്കിൽ അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കണമെന്നും അവരെ നമ്മൾ നിയന്ത്രിക്കണമെന്നുമല്ല. എന്നാൽ നമ്മൾ അവരുടെ കൈത്താങ്ങലായിരിക്കേണ്ട, നമ്മൾ അവരെ കെയർ ചെയ്യേണ്ട സമയത്ത് മക്കളുടെ ദൗത്യമാണ്, ഞാൻ വളരെ ആത്മീയത്തിലായിരിക്കുന്നു, ഞാൻ വലിയ ദൈവഭക്തനാണ് എന്ന് പറയുകയും മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അതൊരു ക്രിസ്തീയ മനോഭാവമല്ല, അതൊരു ക്രിസ്തീയ സ്വഭാവമല്ല, അത് ക്രിസ്തുവിന്റെ ഭാവമായിരുന്നില്ല എന്ന് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ പഠിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിനെ അറിയുകയാണ്. സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് എപ്പോഴും ഈ ക്രിസ്തുവിലേക്ക് പോകുന്നു എന്ന് കൊലോസി ലേഖനത്തിന്റെ ഭാഗങ്ങളിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നീട് ഒരിക്കൽ നമ്മളിത് കൊലോസി ലേഖനം മൊത്തത്തിൽ എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. എപ്പോഴും ഈ ക്രിസ്തുവിലേക്ക് പൗലോസ് പോകുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെ ഈ ലേഖനത്തെ പറഞ്ഞു പോകുന്നത്. സ്തോത്രം. യേശുവിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ, യേശു മാതാവുമായി ചെയ്ത ആ കാര്യത്തെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, നമ്മൾ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരു ഭാഗ്യ പദവിയാണ് എന്നും കൂടെ ഞാൻ പറയുകയാണ്. സ്തോത്രം. ഞാൻ അന്ന് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. യോഹന്നാനെ ഒരു പ്രത്യേക ദൗത്യം യേശു കർത്താവ് ക്രൂശിൽ വെച്ച് ഏൽപ്പിക്കുന്നു. ഞാൻ അന്നിങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളോളം എത്തിക്കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് യോഹന്നാനെ തെരഞ്ഞെടുത്തപ്പോൾ തൻ്റെ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടതിനായിട്ടും കൂടി ആയിരിക്കാം യോഹന്നാനെ തിരഞ്ഞെടുത്തത്. ഞാൻ 100% വിശ്വസിക്കുകയാണ്. സ്തോത്രം. താൻ ആദ്യം ഇവിടെ നിന്ന് കടന്നു പോകുമെന്നും അധികം ആയുസോടെ ജീവിക്കുവാൻ സാധ്യതയുള്ള ശിഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ ആകുന്ന ശിഷ്യൻ യോഹന്നാനാണെന്നും കർത്താവിന് നേരത്തെ തന്റെ ആത്മാവിനാൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിതാവ് തന്റെ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുമ്പോൾ
അത് മറിയെ നോക്കേണ്ടതും ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഞാൻ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: അപ്രകാരം യോഹന്നാൻ യേശുവിന്റെ മാതാവിനെയും കൂടി നോക്കിയത് കൊണ്ട് തന്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു ഭംഗവും വന്നതായി ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. മാതാപിതാക്കളെ നോക്കിയത് നിമിത്തം അല്ലെങ്കിൽ മറിയെ കെയർ ചെയ്തത് നിമിത്തം, ആമേൻ, സ്തോത്രം, യോഹന്നാന് ശുശ്രൂഷകളിൽ ക്ഷീണപ്പെട്ടുവെന്നല്ല ബൈബിളിൽ കാണുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ശക്തമായി ആർക്കും വേണ്ട പോലെ വെളിപ്പെടുത്തി കൊടുവാൻ കഴിയാത്ത ദൈവിക സത്യത്തെ, വെളിപ്പാട് പുസ്തകം നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഴങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ ഈ യേശു കർത്താവ് ഉപയോഗിച്ച ദൈവദാസൻ എന്ന് പറയുന്നത്, അല്ലെ ദൈവഭക്തൻ എന്ന് പറയുന്നത്, ഈ യോഹന്നാൻ തന്നെയായിരുന്നു. നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യവുമായി കൂട്ടി വായിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന യേശുവിന്റെ ശിഷ്യനുമായിരുന്നു യോഹന്നാൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാനതൊരു ഉപദേശമായി പറയുകയല്ല. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, മക്കളെ അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിക്കണമെന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ അത് വാഗ്ദത്വത്തോടു കൂടിയ കൽപ്പനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ ഭാഗമായി ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അത് ദീർഘായുസിൽ ലഭിക്കേണ്ടതിന് പ്രകാരം ഒരു കടമയുണ്ടല്ലോ എന്ന രീതിയിൽ പറയുന്നെങ്കിൽ, ഞാനതൊരു ഉപദേശമായി പറയുകയില്ല. പുതിയ നിയമത്തിൽ നേരത്തെ മരിക്കുന്നവരൊക്കെ അപ്പനെ അമ്മയും നോക്കാത്തത് കൊണ്ടാണ് എന്നൊരു ഉപദേശം ഞാൻ വെക്കുകയല്ല. എന്നാൽ യോഹന്നാന്റെ ജീവിതത്തിൽ നിന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ കാലത്തിൽ മാതാവിനെയും അല്ലെങ്കിൽ യേശുവിന്റെ ആ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് തന്റെ ആയുസ്സിന് ഭംഗം വരുവാനൊന്നും ഇടയായിട്ടില്ല. അത് തന്റെ ശുശ്രൂഷയ്ക്ക് കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ള വാസ്തവമായ സത്യം കൂടെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു വെക്കട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ അതുകൊണ്ട് ആമേൻ, കർത്താവ് തന്നെ പത്മോസിൽ ഇറങ്ങി വന്ന് താൻ ഏകാന്തതയിലായിരുന്നപ്പോൾ തന്നെ കൈവിടുന്നില്ല എന്ന് തന്റെ ആമേൻ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിച്ചാൽ നമ്മൾ മാതാപിതാക്കളെ നോക്കിയതുകൊണ്ടും ദൈവത്തിന്റെ പദ്ധതിക്കായി നമ്മൾ ഒരുപക്ഷെ യോഹന്നാനെ കെയർ ചെയ്ത ഒരു മാതാവല്ല, യോഹന്നാനെ കൈത്താങ്ങിയ അല്ലെങ്കിൽ വേണ്ടും പോലെ വളർത്തിയ ഒരു വ്യക്തിയല്ല മറിയ എന്ന് പറയുന്നത്. സ്വത്രം. പക്ഷേ ആ മാതാവിനെയും നോക്കുവാൻ ദൈവത്തിന്റെ ഹിതത്താൽ യോഹന്നാൻ തയ്യാറായപ്പോൾ ദൈവം തന്റെ ഏകാന്തതകളിൽ വെളിപ്പെട്ട് അവനെ കൈവിടുന്നില്ല, ആ വ്യക്തിയെ, ദൈവഭക്തനെ കൈവിടുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മാതാവും പിതാവുമായാലും അവർ നമ്മളെ ജനിപ്പിച്ച ആ ദൈവിക പ്രവൃത്തിയുടെ ഭാഗമെന്ന് പറയുമ്പോൾ തന്നെ അവർ മറ്റെന്തു ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കെയർ ചെയ്തോ, നമ്മളെ ഒത്തിരി സ്നേഹിച്ചോ, നമുക്കൊത്തിരി വസ്തു തന്നോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ സഹോദരിക്കോ കൊടുത്തതിൽ കൂടുതൽ എനിക്ക് തന്നോ, നമ്മുടെ നാട്ടിന്റെ രീതി അനുസരിച്ച് വീടും ചുറ്റുപാടുകളും കൂടുതൽ ലഭിച്ചത് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവൾക്കാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാനിടയാകാതെ, സ്തോത്രം, ആമേൻ, തന്നെ വളർത്താത്ത, തന്നെ ഒരുപക്ഷെ പരിപാലിക്കാത്ത, ഒരുപക്ഷെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധ നിമിത്തം ഒരുപക്ഷെ തീർച്ചയായിട്ടും യോഹന്നാനെ സ്നേഹിച്ചു കാണാം. എന്നാൽ ആമേൻ ഡയറക്റ്റ് ആ സ്നേഹബന്ധത്തിൽ അല്ലാതിരുന്നിട്ട് പോലും യോഹന്നാൻ തയ്യാറായി ദൈവത്തിന്റെ പദ്ധതിയിലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇരു കുടുംബങ്ങളിലെയും നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും കൈത്താങ്ങുവാനും യേശുവിന്റെ ഈ ഭാവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. ആമേൻ. ഇനി മറ്റൊരു ഭാഗം പറഞ്ഞാൽ, യേശുവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടോ ദൈവം പ്രത്യേകമായ ചില ഗൈഡൻസിനാൽ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിക്കായി ദൈവം ആമേൻ ആക്കുന്നെങ്കിൽ, ദൈവം നമ്മളോട് അപ്രകാരം തീർച്ചയായും 100% ഗൈഡ് ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ സഹോദരങ്ങളോ ആമേൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ നമ്മൾ അവരെ കെയർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കാര്യത്തിനോട് മാറുന്നതിൽ തെറ്റില്ല എന്നും കൂടി ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതൊരു എന്താണ് ഒരു 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 എന്താണ് ബഹാനയായി അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസായി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ മാതാപിതാക്കളെ കൈവിടുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവർ നമ്മളെ വളർത്തിയതും അവർ നമ്മളെ വേണ്ടി ചെലവിട്ടതും അവർ നമ്മളെ കെയർ ചെയ്തതും അവർ നമ്മളെ ആമേൻ കൊണ്ടുവന്നതും ആമേൻ നമ്മൾ മറന്നു കളഞ്ഞാൽ അതൊരു ആത്മീക ജീവിതമല്ല, അതൊരു യഥാർത്ഥ ആത്മീകത അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായി നല്ല റിലേഷനിൽ അല്ലെങ്കിൽ, സ്തോത്രം, നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും ദുഃഖിക്കുകയാണെങ്കിൽ, ദുഃഖിക്കുക ഇൻ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വേദനിക്കുന്നവരാണെങ്കിൽ, അത് നല്ലൊരു ആത്മീയതയുടെ ലക്ഷണമല്ലാതെ അത് അപകടകരമായ ആത്മീയതയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരുപക്ഷെ മരുമക്കളാണെങ്കിലും മരുമകനാണെങ്കിലും സ്വത്വം ചിന്തിച്ചോളണം, നമ്മളും ഒരു കാലത്ത് വയസ്സാകും, നമ്മുടെ പല്ലും ഒരു കാലത്ത് വീഴും, നമ്മളും ഒരു കാലത്ത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പിനാൽ ജീവിക്കേണ്ട ഒരു കാലം വരും. സ്വത്രം, നമ്മൾ ഒരിക്കലും യൗവനത്തിൽ എന്നും ഈ ലോകത്തിൽ ജീവിക്കത്തില്ല എന്നുള്ള വാസ്തവം മനസ്സിലാക്കി, നമ്മൾ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ലോകത്തിൽ തന്നെ കാണുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ സ്തോത്രം ക്ഷമിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടും, മാതാപിതാക്കന്മാരെ മോശമായി ഇടപെടുന്നത് ബൈബിൾ അടിസ്ഥാനത്തിൽ വലിയ പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ നമ്മളെ അനുവദിക്കാത്ത മാതാപിതാക്കളാണെങ്കിലും അവരെ ബഹുമാനിക്കുവാനും അവർക്ക് നമ്മുടെ സഹായം വേണ്ട സമയത്ത് റിസ്ക് എടുത്തും അവരെ സഹായിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹബന്ധം ക്രൂശിൽ കിടന്നുകൊണ്ട് പഠിപ്പിച്ച യേശുവിന്റെ മാതൃക നമുക്ക് പാഠമായി നമ്മുടെ ലൈഫിൽ വരട്ടെ. ക്രിസ്തുവിനെ നമ്മൾ ആഴത്തിൽ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കുന്നവരായിരിക്കാം. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനേക്കാൾ ഉപരിയായോ, ക്രിസ്തുവിന്റെ സ്തോത്രം ദൈവിക സത്യങ്ങളെക്കാൾ ഉപരിയായോ നമ്മൾ അത് ഉൾക്കൊള്ളണം എന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ പദ്ധതിയുടെ സമയമായപ്പോൾ യേശു മരിക്കുന്നതിന് മറിയ ജീവനോടിരിക്കുന്നത് ഒരു തടസ്സമായിരുന്നില്ല. സ്തോത്രം. ദൈവം ആ വചനത്തിന്റെ അർത്ഥങ്ങൾ നിങ്ങളോളം എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്ന് പറയുന്നതിന്റെ കേവലം ആ അർത്ഥം തന്നെയാണ്. കർത്താവിന് അത് പ്രസാദകരമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നത്, അനുസരിക്കുന്നത് പ്രസാദകരമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെയും ചുരുക്കം. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ വാക്കുകളെ അവസാനിപ്പിച്ച് അടുത്ത വാചകങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. ഈ വാചകങ്ങൾ തന്നെ നമ്മൾ തൊട്ടടുത്ത പിതാക്കന്മാരെ പറ്റി പറയുമ്പോഴും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. സ്തോത്രം. അതുകൊണ്ട് രക്ഷയുമായി ബന്ധപ്പെടാത്ത, ഞാൻ ഒന്നുകൂടെ പറയണേ, രക്ഷയുമായി ബന്ധപ്പെടാത്ത ഏത് കാര്യങ്ങൾ ഇനി രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത മാതാപിതാക്കൾ നിങ്ങളോട് നിർബന്ധിച്ചു പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുവാൻ ദൈവം നിങ്ങളെ പ്രത്യേകമായി ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ തയ്യാറാകണമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയണം. ഒന്നുകൂടെ പറയാം. രക്ഷയുമായി ബന്ധപ്പെടാത്ത, യേശുവുമായിട്ട് ബന്ധത്തിലേക്ക് ആഴത്തിൽ വരാത്ത, അടിസ്ഥാന ഉപദേശങ്ങളുമായി ബന്ധപ്പെടാത്ത ഏതൊരു കാര്യവും നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്തു നമ്മളെ ഡയറക്റ്റ് ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, പറഞ്ഞാൽ ദൈവം നിങ്ങളെ ആ കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഇഷ്ടത്താലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് ദൈവഹിതം എന്നതാണ് ഈ വചനത്തിൽ കൂടി മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷയുമായി ബന്ധപ്പെടാത്ത എന്തു കാര്യങ്ങൾ നിങ്ങളോട് മാതാപിതാക്കൾ നിങ്ങളുടെ ഇഷ്ടമായി വരാത്തത് പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കണം. അതാണ് ദൈവഹിതം. അവർ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ലയോ എന്നുള്ളതല്ല. ദൈവം നിങ്ങളെ ആ വിഷയത്തിൽ ഡയറക്റ്റ് ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതാണ് ദൈവത്തിന്റെ ഹിതം. സ്തോത്രം. ആ വാക്കുകൾ നിങ്ങളോളം എത്തിയെന്ന് മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന തകർച്ചകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും എന്തെങ്കിലും വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. അത് ദൈവത്തിന്റെ കാര്യത്തിലുള്ളതാണ്, ദൈവത്തിന്റെ കയ്യിലുള്ളതാണ്, അത് ദൈവത്തിന്റെ ഹിതത്തിലുള്ളതാണ്. സ്തോത്രം. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്താണ്, ഈ കൊലോസ്യ ലേഖനം തന്നെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും ഒക്കെ നമ്മൾ വായിച്ചതാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് വായിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നത് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ദൈവസം ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. ആന്റി, അതൊരു പൗലോസിന്റെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു പ്രാർത്ഥനയാണ്. നമ്മളത് ചിന്തിച്ചതാണ്. ഞാൻ ഈ വാക്യം എന്താ ഇപ്പോൾ പിന്നെ എടുത്തതെന്ന് ചോദിച്ചാൽ,
അവിടെ കർത്താവിന് പ്രസാദകരമാണ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഞാൻ പിന്നെയും ആ വാക്കൊക്കെ എടുത്തത്. സ്വത്രം അവിടെ നമ്മളിപ്പോൾ വായിച്ചത് പൗലോസ് എന്താണ് ഈ കൊലോസ്യ ലേഖനത്തിൽ ഉദ്ദേശിച്ചത്? പൗലോസ് പറയുകയാണ്, നിങ്ങൾ അതിന് 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, കേട്ടോ, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പൂർണ്ണപ്രസാദവും കർത്താവിന്റെ ഇഷ്ടത്തിന്റെ പൂർണ്ണപ്രസാദവും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ അവന്റെ ഇഷ്ടം അറിയണോ? ഇതൊക്കെയാണ് അവന്റെ ഇഷ്ടം. ഇതൊക്കെയാണ് ഇഷ്ടം. എഴുതപ്പെട്ട ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞോണം. അതിൽ കൂടി എന്തറിയണമെന്ന് നമ്മൾ പറഞ്ഞേ, ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ ആത്മീക ജ്ഞാനത്തിലേക്ക്, ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണമെന്നായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന. ഇതെല്ലാം യേശുവിനെ അറിയുന്നതിന് വേണ്ടിയാണെന്നാണ് ഇവിടെ പറയുന്നത് പൗലോസിന്റെ പ്രാർത്ഥന. പക്ഷേ ഈ അറിയുന്ന അറിവിലൂടെ അത് കർത്താവിന് പ്രസാദകരമാവുകയാണ്. അത് കർത്താവിന് പ്രസാദകരമാവുന്നത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ടാണ്. ഓൾറെഡി എഴുതപ്പെട്ട കർത്താവിന്റെ ഇഷ്ടമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നീടുള്ള നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ പിന്നീടുള്ളതാണ്. അതുകൊണ്ട് എഴുതപ്പെട്ട ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളിൽ നിന്ന് പഠിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് അടുത്ത 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സ്തോത്രം. ആമേൻ. പിതാക്കന്മാരെ, ഒരിക്കൽ കൂടെ വാക്യം വായിക്കാമോ? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. സ്തോത്രം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്താണ്? നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത് എന്നാണ് സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. ഇവിടെയും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവനോടെ ഇല്ലാത്തവരാണ് ഇതിനകത്തായിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്കങ്ങനെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തികളാണെങ്കിൽ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. സ്തോത്രം. ആമേൻ. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്ത് 30 വയസ്സ് കീഴടങ്ങി ഇരുന്ന് വന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു, സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്നത് യേശു ചെയ്തു വന്ന് പുറത്തേക്ക് വരുമ്പോൾ പോലും സ്വർഗം പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് ഏറ്റവും വലിയ പ്രസാദകരമായ യേശുവിന്റെ ജീവിതത്തിൽ തോന്നിയത് 30 വർഷം യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഇരുന്നത് ഉൾപ്പെടെ പിതാവിന് പ്രസാദകരമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ഓൾറെഡി എഴുതപ്പെട്ടത് നമ്മുടെ ലൈഫിൽ വരുന്നില്ലെങ്കിൽ മറ്റൊരു ആത്മീകതയിലേക്കും കൊണ്ടുപോകുന്നത് യഥാർത്ഥ ആത്മീകതയല്ല, അത് യഥാർത്ഥ ദൈവിക പ്രസാദമുള്ള ജീവിതമല്ല എന്നും കൂടെ ഞാൻ ഇതിൽ നിന്നും പറഞ്ഞ് ഞാൻ ആ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് നിങ്ങളോളം എത്തി ആമേ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിടുകയാണ്. സ്തോത്രം. ഇവിടെ അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നെ ഈ വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത് എന്ന് പറയുന്നത്, പിതാക്കന്മാരെ എന്ന് പറയുന്നത് കേവലം പിതാക്കന്മാരെ കുറിച്ചല്ല, അവിടെ മാതാവിനെ കുറിച്ചും നമുക്കല്ലാതെ, അതായത് പേരൻസിനെ കുറിച്ച് നമുക്ക് യോജിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. മാതാവിനെയും പിതാവിനെയും കുറിച്ച് ചേർത്ത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ നയിക്കുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവിനെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ പേരൻസ് എന്ന രീതിയിൽ നമുക്ക് ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നതിന് മൂലഭാഷയിൽ നിന്നുള്ള വ്യാഖ്യാനം വെച്ച് നോക്കുമ്പോഴും തെറ്റില്ല. സ്തോത്രം. കാരണം നമുക്കറിയാം, മോശയുമായി ബന്ധപ്പെട്ട് എബ്രായ ലേഖനത്തിൽ മാതാപിതാക്കന്മാർ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോഴും ഇതേ വാക്ക് തന്നെയാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് മോശയെ പറ്റി മാതാപിതാക്കന്മാരെ പറ്റി ചേർത്ത് പറയുന്നത്. അവിടെ മാതാപിതാവ് എന്ന് പറയുന്ന ആ ചേർത്ത് പറയുന്ന ഭാഗത്തിനും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മയപ്പന്മാർ. അതെ, അമ്മയപ്പന്മാർ. ആ വാക്കൊന്ന് വായിക്കാമോ കിട്ടിയെങ്കിൽ? വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. യെസ്, ഇവിടെ അമ്മയപ്പന്മാരെന്ന് പറയുന്നിടത്തും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പിതാക്കന്മാരെ എന്ന് പറയുമ്പോൾ പിതാക്കന്മാരായിട്ട് മാത്രം എടുത്താലും തെറ്റില്ല, പക്ഷേ നമ്മൾ പേരൻസ് ആയിട്ട്, അതുകൊണ്ട് ഇത് അമ്മമാർക്ക് വേണ്ടി ഉള്ളതല്ല, ഓക്കെ കേട്ടോ ഇതൊക്കെ കേട്ടോണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാത്രം നമ്മൾ ചിന്തിക്കരുത്. പക്ഷേ തീർച്ചയായിട്ടും പിതാക്കന്മാർ അതിന്
കുറച്ചുകൂടി കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വത്രം അതുകൊണ്ട് എന്താണ് പറയുന്നത്? എന്നെ ചിന്തിപ്പിച്ചത്, നിങ്ങൾ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അപ്പം മക്കളോടല്ല ഇത് പറയുന്നത്. എന്നെ അതാണ് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. മക്കളെ നിങ്ങൾ അധൈര്യപ്പെടണ്ടെന്നും മക്കളെ നിങ്ങൾ കോപിക്കരുതെന്നുമല്ല പറയുന്നത്. സ്വതന്ത്രം മക്കൾ കോപിക്കാതിരിക്കാൻ മാതാപിതാക്കളോടാണ് ദൂത് പറയുന്നത്. അപ്പൊ എൻ്റെ കുഞ്ഞ് അമിതമായി കോപിക്കുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞ് ഭയങ്കരമായ ഡിസ്കറേജ് ആകുന്നു അല്ലെങ്കിൽ അധൈര്യപ്പെട്ടു പോകുന്നെങ്കിൽ, അത് ഒരു പരിധി വരെ മാതാപിതാക്കളുടെ കുഴപ്പമായിട്ടാണ് സത്യത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിച്ച് അങ്ങനെ വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. കാരണം കർത്താവിന്റെ വചനം പറയുകയാണ്, പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. നിങ്ങൾ അവരെ പ്രൊവോക്ക് ചെയ്യരുത്. നിങ്ങൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ അവരെ ഡിസ്കറേജ് ചെയ്യരുത്. ഇതെല്ലാം അവർക്ക് കോപിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ദേഷ്യത്തിലേക്ക്, അവരെ ഒരു വല്ലാത്ത ഇറിറ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളാണ് കാരണമാകുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കുഞ്ഞിന് വല്ലാത്ത കോപമാണ് പാസ്റ്ററെ എന്ന് പറയുന്നെങ്കിൽ, ഈ വചനപ്രകാരം അത് മാതാപിതാവിൻ്റെയും കൂടെ തെറ്റാകാൻ സാധ്യത നല്ലതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ കോപിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മളുടെ വാക്കുകളും കുടുംബാന്തരീക്ഷവും പോകുന്നു എന്നതാണ് അർത്ഥം. സ്വത്രം. അതല്ലേ നമുക്ക് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നമ്മളവരെ ഇറിറ്റേറ്റ് എന്താണ് പറയുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, കോപിക്കരുത്. കോപിക്കരുത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, ഞാൻ സ്തോത്രം അതിൽ നിന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്തോത്രം ഓക്കെ പറയാനുള്ള സമയമുണ്ട്. സ്തോത്രം. ഞാനത് ഇങ്ങനെ പറയാം. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഹാർഷായിട്ട് കുഞ്ഞുങ്ങളോട്, ഞാൻ മുമ്പ് പറഞ്ഞ ഭാര്യമാരോട് ഭർത്താക്കന്മാർ ഇടപെടേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തിക്കാണുമെന്ന് ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് അതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. നമ്മൾ പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തുന്നത്, നിനക്കറിയാമോ? നിനക്കിതൊന്നും അറിയണ്ടല്ലോ, നിങ്ങൾക്ക് കഴിച്ചാൽ മതി, നിനക്കിങ്ങനെ കളിച്ചു നടന്നാൽ മതി. ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ വേദനിച്ച്, ഞാൻ പ്രയാസപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഞാനെന്ന് പറയുമ്പോൾ നാളെ ഈ മക്കളുടെ കെയറിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു കാലം വരും. അപ്പം ഇതേ രീതിയിൽ മക്കൾ നമ്മളോട് സംസാരിച്ചാലോ? ഇതെവിടുന്ന് കിട്ടിയതാ ഈ മക്കൾക്ക്? നമ്മളിന്ന് കിട്ടിയതാ. നമ്മൾ പറയാം, എൻ്റെ കുഞ്ഞു വളർന്നപ്പം എന്നെ അങ്ങ് മറന്നുപോയി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്ത്? ഞാൻ അങ്ങനെ വരും എന്നല്ല പറഞ്ഞത്. നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത് എന്താ? ഞാൻ കഷ്ടപ്പെട്ടു. സത്യത്തിൽ അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പത്യോപദേശത്തിൽ വളർത്തണമെന്നാണ്. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്താ പറയേണ്ടത്? മക്കളെ, ദൈവം തരുന്ന പണമാണ് മക്കളെ ഇത്, ദൈവം തരുന്ന ഭക്ഷണമാണ് മോനെ ഇത്, വേസ്റ്റ് ആക്കരുത്. അവരെ കർത്താവിന്റെ ഭയത്തിൽ വളർത്തണം. നമുക്കെല്ലായിടത്തും അവരുടെ കൂടെ പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവ ഭയത്തിലാണ് നിങ്ങൾ വളരുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ പത്യോപദേശത്തിൽ വളർത്തി അങ്ങനെ കർത്താവിനെ പേടിപ്പിക്കണം. മക്കളെ, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു കോപത്തിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. കുഞ്ഞുങ്ങൾ കോപിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ദൈവം ചിലപ്പോൾ ശിക്ഷിക്കുക, അടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ആ ശിക്ഷണങ്ങളിൽ കൂടി ഞാൻ അത് പെട്ടെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ആ ശിക്ഷണത്തിന്റെ കാര്യങ്ങൾ പറയാം. ഇനി രണ്ടാമത്തെ കാര്യത്തിന്റെ കൂടി ഇൻട്രൊഡക്ഷൻ എത്ര സമയത്ത് ചിലപ്പോൾ സമയം പെട്ടെന്ന് പോയാലോ എന്ന് വെച്ചുകൊണ്ടാണ് സ്വത്രം ഞാൻ അടുത്ത ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരും. അടുത്തത്, നമ്മൾ ഈ അധൈര്യപ്പെട്ടു പോകുന്നത്. ഈ അധൈര്യപ്പെട്ടു പോകുന്നത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു നല്ല ശതമാനം കുഞ്ഞുങ്ങൾ, നമുക്കറിയാലോ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടും ഒരു നല്ല ശതമാനം കുഞ്ഞുങ്ങൾക്ക് അത് വരാൻ കാരണമായത് മാതാപിതാക്കളുടെ ട്രീറ്റാണ്. ഞാനിത് എൻ്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കറുത്തതാണ്, അല്ലെങ്കിൽ ഇച്ചിരി പല്ല് ഒരു രീതിയിലിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്.
എന്തെങ്കിലും ഒരു ചെറിയ കുറവ് അവർക്കുണ്ട്. അപ്പൊ മാതാപിതാക്കൾ രാവിലെ എഴുതിരും, അയ്യോ എന്റെ കുഞ്ഞങ്ങ് കറുത്തു പോയല്ലോ, അയ്യോ എന്റെ കുഞ്ഞിന് സൗന്ദര്യം ഇത്രയായോ, ജനിച്ചപ്പോൾ എന്റെ കുഞ്ഞ് വളരെ സുന്ദരനായിരുന്നല്ലോ, അയ്യോ എന്റെ കുഞ്ഞിന് ചെവി ഇങ്ങനെ ആയിപ്പോയോ. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ കൗൺസിലിംഗ് ക്ലാസ്സിൽ പഠിച്ചതും കൂടെ ചേർത്ത് പറഞ്ഞാണ്, കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ആ പരിപാലനം അതേ രീതിയിൽ മാതാപിതാക്കൾ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും കുഞ്ഞുങ്ങളിൽ ശക്തമായ വ്യത്യാസം ഉണ്ടാവും. നല്ല പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വന്നവരും, ഞാൻ ചുരുക്കി ഇങ്ങനെ പറയാം, ഈ വികലമായി വന്ന കുഞ്ഞുങ്ങളെ, വികലമായ എന്തെങ്കിലും കാര്യത്തിൽ അകപ്പെട്ട ഒരു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൗൺസിലിങ്ങിനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വന്നാലോ, നിങ്ങൾ പെട്ടെന്ന് ചോദിക്കേണ്ടത് അവരുടെ ബാല്യകാലത്തെ പറ്റി ചോദിക്കണം. അവരുടെ ഓർമ്മ വെച്ച സമയം മുതലുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ബാല്യകാലത്തിൽ എവിടെയെങ്കിലും ഒന്നുകിൽ അവരുടെ പപ്പയും മമ്മിയും ഒരുമിച്ചായിരുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് കൈതൊഴുത് പറയട്ടെ, മക്കളെ മാതാപിതാക്കളെ നോക്കണമെന്നുള്ള രീതിയിലാണ് ബൈബിളിലൂടെ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടെ പറയുക. അങ്ങനെ ആകണമെങ്കിൽ മാതാപിതാക്കൾ മക്കളുടെ കൂടെ കാണണം. എന്നോട് വേദന തോന്നരുത്. മക്കൾ ഓസ്ട്രേലിയയിലും അമ്മച്ചിയുടെയോ അല്ല അപ്പച്ചന്റെ കൂടെയും, അമ്മ യുഎയിലും, അപ്പൻ പിതാവ് വേറെ ഏതെങ്കിലും രാജ്യത്തിലുമായിരുന്നാൽ ഈ പറഞ്ഞ കാര്യം നടക്കില്ല. സ്തോത്രം. അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ അധൈര്യപ്പെടുത്തിക്കൊണ്ട് വളർത്തണം. ഇവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് ആ കുഞ്ഞിനത് സാധിപ്പിച്ചു കൊടുത്തേക്കണം, ഞാൻ പണം അയച്ചു കൊടുക്കുന്നതൊന്നും അല്ല ഇവിടെ പറയുന്നേ. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോർത്ത് ദുഃഖിക്കണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു പോയെങ്കിൽ അയ്യോ ആ വേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേദനിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ക്ഷമ ചോദിച്ചാൽ മതി ദൈവത്തോട്. ദൈവം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഇങ്ങനെ ഗിൽറ്റി ഫീലിംഗ് കൊണ്ടുവന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എന്റെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന കർത്താവല്ല. കർത്താവ് എന്തെങ്കിലും അതിനൊരു പോംവഴി ഒരുക്കും. ഇനി അങ്ങനെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ എന്തായി തീരണമെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ എന്റെ അവസാനം പറയാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, മാതാപിതാക്കൾ മക്കളെ അധൈര്യപ്പെടുത്തി, ലോകത്തിൽ മുഴുവൻ ആളുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊച്ചാക്കിയാലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ വേറെ ഒന്നുമില്ല. എന്നാൽ ലോകം മുഴുവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർത്തിപ്പുറത്ത് എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരിക്കാം. നമ്മൾ ആ കുഞ്ഞുങ്ങളെ പറ്റി എന്തെങ്കിലും നല്ല കാര്യം പറയണമെങ്കിൽ അങ്ങനെയൊന്നും അല്ല പക്ഷേ അവരുടെ മുമ്പിൽ വെച്ചൊക്കെ പറയുക, അവൻ ഇങ്ങനെ ആളാണ്, അവളല്ലെങ്കിൽ ഇങ്ങനെ ഒരാളാണ്. നമ്മൾ വീട്ടിലെ കാര്യം അവിടെ അങ്ങനെ പറയും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ മനസ്സ് വേദനിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഒരു അധൈര്യത്തിലേക്ക്, ഇറിറ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ കർത്താവ് ഇതിൽ കൂടി ആഗ്രഹിക്കുന്നത് എന്താ? ഇത് കർത്താവ് നമ്മളോട് പറയുന്നത് ഇത് ഒരു ഫിലോസഫി ആണോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ആഴമാണോ പറയുന്നത്? ആഴം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മക്കളോട് കൂടെ നിൽക്കുന്നില്ലെങ്കിൽ വേറെ ആരാണ് കൂടെ നിൽക്കുക? ഇതുകൊണ്ടാണ് പിശാച് അവസരം കൊടുത്ത് മക്കൾ തെറ്റിപ്പോകുന്നത്. എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു മാതാവ്, എനിക്കറിയാം, ഇങ്ങനെയുള്ള പല മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു ചെയ്താലും കുഞ്ഞുങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബസ്സിലേതോ ഒരു കുഞ്ഞിനെ അല്പം മോശമായിട്ട് ഒരാൾ ഇടപെട്ടു, വീട്ടിലേക്ക് വന്ന് അത് അമ്മയോട് തുറന്നു പറഞ്ഞു. ഞാൻ ഒരിക്കൽ പറഞ്ഞാണെന്ന് തോന്നുന്നു, എനിക്ക് ഏറ്റവും അടുത്തൊരു ഒരു കുടുംബത്തിലെയാണ്. ഈ അമ്മ അവിടെ മുതൽ വഴക്കം തുടങ്ങി, നീ ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതാണ് ഇതാണ്. ആ കുഞ്ഞ് ഡിപ്രഷനിലേക്ക് പോയി. ഞാനത് ഒരിക്കൽ പറഞ്ഞതാണ് നിങ്ങളോട്. ഇപ്പോഴും പൂർണ്ണമായി തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഒറ്റക്കാര്യം കുറ്റപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. എങ്ങനെ പിന്നെ അടുത്ത പ്രാവശ്യം ആ കൊച്ചു വന്ന് തുറന്ന് നമ്മളോട് പറയുന്നേ? ക്ലാസ്സിൽ നടന്ന കാര്യം, സ്കൂളിൽ നടന്ന കാര്യം നമ്മളോട് വന്ന് പറയുന്നത് എങ്ങനെയാ? പിന്നെ നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത്, പ്രൊവോക്ക് ചെയ്ത്, അധൈര്യപ്പെടുത്തി, കോപിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ദൈവവചനത്തിലെ വ്യവസ്ഥയല്ല.
ഇത് ദൈവം തന്ന വകയാണ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ഇത് നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? ശിക്ഷണത്തിനുള്ള വഴികളുണ്ട്. ഇനി ശിക്ഷണത്തിന്റെ വഴികളെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ കർത്താവിന്റെ ആ ഒരു മാതൃകയിലേക്ക് ഒന്ന് പോകാം. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. കർത്താവ് ശിഷ്യന്മാരെ തിരുത്തുന്നുണ്ട്, അല്ലെ? ഒരു അപ്പൻ മകനെ തിരുത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ ശിഷ്യന്മാർക്ക്, അല്ലെ പത്രോസിനെ ശാസിച്ച് തിരുത്തുക. അപ്പോഴും പത്രോസ് തിരിച്ചു കോപിക്കേണ്ട നിലയിലേക്ക് കൊണ്ടുവന്നിട്ടല്ല പത്രോസിനെ യേശു കർത്താവ് തിരുത്തുന്നത്. ഇനി പത്രോസ് തകർന്നു പോകുന്ന സമയത്ത് യേശു ശക്തമായ ഭാഷയിൽ പത്രോസിനെ തിരുത്തുന്നതുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളോളം എത്തി എന്ന് വിശ്വസിക്കാൻ. പത്രോസ്, ഞാനിത് ഒരിക്കൽ പ്രസംഗിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. പത്രോസ് എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ശക്തമായ ഭാഷയിൽ തിരുത്തി. അവിടെ പത്രോസിന് ദേഷ്യം വരുന്നില്ല, യേശുവിനോട് കോപിപ്പിക്കില്ല. ആ ഡിസ്കറേജ്മെന്റ് അല്ല, അത് തിരുത്തുകയാണ്. ആ രീതിയിൽ കോപിക്കുന്നതിൽ ബൈബിൾ തെറ്റ് പറയുന്നില്ല. എന്നാൽ പത്രോസ് തകർന്നു പോയ സമയത്ത്, യേശുവിനെ തള്ളിപ്പറഞ്ഞ് തകർന്ന് ഒരുപക്ഷെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യേശു സ്നേഹം കൊണ്ട് ഒരു നോട്ടം പത്രോസിനെ നോക്കുന്നു. പത്രോസ് മടങ്ങി വരും. യേശു നമ്മളെ പഠിപ്പിച്ച മാതൃക ഇതാണ്. യേശുവിനെ പഠിപ്പിക്കുമ്പോൾ യേശുവിന് എത്രമാത്രം ശിഷ്യന്മാരെ വേദനിപ്പിക്കാൻ പറ്റുമായിരുന്നു? ലോകത്തിൽ ആർക്കെങ്കിലും ശിഷ്യന്മാരെ ഇതുപോലെ വേദനിപ്പിക്കാൻ കഴിയും? അത് യേശുവിനായിരുന്നു. കാരണം യേശു കൊടുത്ത പദവിയാണ് ശിഷ്യന്മാർക്ക്. ഈ മറ്റ് ശിഷ്യന്മാരെ പെട്ട യേശു അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഈ പൈസ എടുത്ത് നമുക്ക് ദരിദ്രന്മാർക്ക് കൊടുക്കാം. അവിടെ കിടന്ന് നീ വിഷയമുള്ളവനാ എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തൊന്നുമല്ല. കർത്താവ് അതിന് മറുപടി പറയാ, ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അത് യോഹന്നാന് പിന്നീട് മനസ്സിലായി ഇദ്ദേഹം പൈസക്ക് സ്നേഹം കൊണ്ടാണെന്ന്. പക്ഷെ അവിടെയും കർത്താവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നോക്കി. എല്ലാവരുടെ മുൻപിൽ വെച്ച് യോഹന്നാനെ യൂതയെ കൊച്ചാക്കിയിട്ടല്ല. അവിടെ വേണമെങ്കിൽ ശക്തമായിട്ട് അങ്ങനെ ആക്കാം. അങ്ങനെ കൊച്ചാക്കണമായിരുന്നു. യേശു നമ്മളെയായിരുന്നു കൊച്ചാക്കേണ്ടത്. യേശു നമ്മളെ, എന്നെയും നിങ്ങളെയും യേശു നാണം കെടുത്തിയിരുന്നെങ്കിൽ, യേശു അടിച്ചിരുന്നെങ്കിൽ, യേശു വേദനിപ്പിച്ചിരുന്നെങ്കിൽ, നമ്മൾ ആർക്കാ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ തന്നെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ തരുമ്പോൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് ഈ വാക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കട്ടെ. സ്തോത്രം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ കോപിപ്പിക്കരുത്. യേശു മറ്റുള്ളവരെ തിരുത്തുമ്പോൾ ലാസറിന്റെ വീട്ടിൽ വന്നിട്ട് മാർത്ത പറയുന്നു, മാർത്തയും യേശുവുമായിട്ട് സംസാരിക്കുന്നു. അവിടെ മാർത്തയോട് പറഞ്ഞു പോയി അങ്ങ് ആർഗ്യുമെന്റിലേക്ക് പോവുകയല്ല യേശു. നമ്മൾ പറഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് അവസാനം തോൽപ്പിക്കും. നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് തോറ്റുകൊടുത്താൽ നാളെ അവരും തോക്കാൻ പഠിക്കും. നമ്മൾ ഒരുപക്ഷെ ശരിയാണെങ്കിൽ പോലും ഒന്ന് തോറ്റുകൊടുക്കാൻ തയ്യാറാക്കുക. കർത്താവ് എത്ര വട്ടം അങ്ങനെ മിണ്ടാതിരുന്നു? കർത്താവ് മുഴുവൻ ശരിയായിരുന്നില്ലേ? എന്നിട്ട് എത്രയോ പ്രാവശ്യം കർത്താവ് മിണ്ടാതിരുന്നു സൃഷ്ടിയുടെ മുന്നിൽ. സ്തോത്രം. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന, അവരെ അധൈര്യപ്പെട്ടു പോകുമെങ്കിൽ അവിടെ മിണ്ടാതിരുന്നാട്ടെ. എനിക്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമുക്കുൾപ്പെടെ പലപ്പോഴും അവരുടെ വായടപ്പിക്കും. നമ്മൾ മിണ്ടാതെ ആക്കിപ്പോൾ നമ്മൾ ശ്വാസം മുട്ടിച്ചു കളയും ചിലപ്പോൾ. എന്റെ യേശു കർത്താവ് പത്രോസിനെ ശ്വാസം മുട്ടിച്ചിട്ടില്ല. എന്റെ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ ഒരിക്കലും സ്തോത്രം അവരെ ആ രീതിയിൽ തകർത്ത് കളഞ്ഞില്ല. നമ്മൾ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ മോനെ, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ മോളെ. കർത്താവിന് അതിൽ കൂടി പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയോ? മക്കളെ, ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ. കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങൾ ചിന്തിക്കരുത്, അല്ലെ? നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവ് നമ്മളോട് പറയണം, നിങ്ങൾ വിചാരപ്പെടരുത്. നമ്മളെ എല്ലാ ദിവസവും വിചാരപ്പെടുകയാണ്. നമ്മുടെ മക്കൾ പറയാം, ഞാൻ 10 വട്ടം പറഞ്ഞില്ലേ മോളെ നിന്നോട്, അല്ലെ 15 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. കർത്താവ് പറഞ്ഞു 365 ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക വിചാരപ്പെടരുത്. 365 ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയപ്പെടരുതെന്ന്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിന്ന് വചനത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോ അനുസരിച്ച് ഇതൊക്കെ?
നമ്മുടെ മക്കൾ പലവട്ടം പറഞ്ഞ കാര്യം പിന്നെയും അനുസരിക്കാതിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കാണിച്ച ക്ഷമയെ മനസ്സിലാക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ഇനി ദൈവം യേശുവിനോട്, പിതാവായ ദൈവം യേശുവിനോട് ഇടപെട്ടതോ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിൽക്കണമേ, എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച സമയത്ത് യേശുവിനെ ഗെത്സമനയിൽ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പൊയ്ക്കോ, ഞാൻ വേറെ പരിശുദ്ധന്മാരെ വിട്ടോളാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തോളാം എന്നല്ല പറയുന്നത്. എന്നെ ബലപ്പെടുത്താൻ ദൂതനെ അയക്കുന്നു. ഞാൻ ആ ഉദാഹരണം അതുപോലെ എടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. പിതാവിന്റെ ആ വഴി നോക്കണേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തകർന്ന്, ചിലപ്പം അവർ വേറെ രീതിയിലായിരിക്കും അത് പ്രകടിപ്പിക്കുക, കരഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വിഷമിച്ചായിരിക്കും, ചിലപ്പോൾ മിണ്ടാതിരുന്നിട്ടായിരിക്കാം. നിങ്ങൾ എത്ര വട്ടം നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തി. ഇന്ന് പലതും കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് പറയാൻ ഭയമാണെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിക്കോണം. പല കുഴപ്പങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമാണെന്ന് പറയുന്നതിന്റെ ഒരു നല്ല ശതമാനം കുഴപ്പം മാതാപിതാക്കളുടെ. അവിടെ നമ്മൾ കൗൺസിൽ ചെയ്ത് പോയി ചോദിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നേരെയാക്ക് പാസ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് എന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുന്നത് പേരന്റിങ്ങിന്റെ കുഴപ്പമുണ്ടായിരുന്നു. ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് നിന്നിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ഇവർ എന്നും അടിയിടുന്നവരായിരിക്കാം. ഇവരെന്നും കൊങ്ങാക്കി പിടിക്കാൻ നാട്ടുകാർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ചില പേരൻസ് ഉണ്ട്, അടിയിട്ടിട്ട് മിണ്ടാതിരിക്കും. ഭർത്താവിന് ഭക്ഷണം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നിന്ന് കഴിക്കത്തില്ല. ഭർത്താവ് പോയി തന്റെ അടുത്ത് കഴിക്കും വേറെ സമയത്ത്, ഭാര്യ വേറെ സമയത്ത്. ഈ കുഞ്ഞുങ്ങൾ മാനസികമായി വികലതയിലേക്ക് പോകും. ഞാൻ തുറന്നു പറയുക, അങ്ങനെ തന്നെ പോകും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. അത് ഞാൻ ശപിച്ചു പറയുന്നതല്ല, അതൊരു സൈക്കോളജിക്കൽ സത്യമാണത്. വീട്ടിൽ മിണ്ടാതിരിക്കുകയാണ്, അടിയിട്ടിട്ട് ദിവസങ്ങളോളം മിണ്ടാതിരിക്കുക. പിന്നെ അവരാരോട് പറയും? അപ്പനോട് പറയാം, നീ അമ്മയോട് പോയി ചോദിക്കും. അമ്മയോട് പറയുമ്പോൾ പറയാം, അപ്പനോട് നീ ചോദിക്കുക. അങ്ങനെ വഴിയാ പോകുന്നത്. സഭ വന്നിരുന്നിട്ട് ഭയങ്കര അന്യഭാഷ. ഇതേത് കർത്താവ്? ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളാൽ ലഭിക്കുന്ന വൈകല്യങ്ങൾ, അധൈര്യങ്ങൾ, അവർ ഇറിറ്റേറ്റഡ് ആകുന്നത് നമുക്ക് പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു പോയെന്ന് ദുഃഖിക്കാനല്ല പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നാളെ കൊച്ചുമക്കൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ നമുക്ക് അഭിപ്രായം പറയാൻ അവസരം ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളെ തിരുത്താൻ, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ വചനം കേട്ടോണ്ടിരിക്കാൻ നമുക്ക് അയ്യോ ഞാനൊരു പാപിയാണെന്ന് ഒന്നുകൂടെ, നമ്മളെല്ലാം പാപികളാ, ഒന്നുകൂടി ഈ കാര്യത്തിൽ കൂടിയെങ്കിലും നമുക്ക് മനസ്സിലാക്കി നാം ഇനിയെങ്കിലും കുഞ്ഞുങ്ങളെ അപ്രകാരം സ്നേഹിക്കാൻ ദൈവം അവസരം തരട്ടെ. മക്കളെ, എനിക്ക് തെറ്റു പറ്റിപ്പോയാരെന്നു. നമ്മൾ കുഞ്ഞുങ്ങളോട് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കുഞ്ഞുങ്ങളുടെ ആത്മീകതയും ഭൗതികമായ വളർച്ചയ്ക്ക് അനുഗ്രഹമാകുമെങ്കിൽ സ്തോത്രം. കർത്താവ് നമ്മളോട് കാണിച്ച ഈ രീതികളെ ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങളെ സ്തോത്രം അതുപോലെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലൂടെ നമ്മൾ പഠിക്കുന്ന എന്ത് പാഠമാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കും. നമുക്ക് ഭയങ്കരമായ പേഷ്യൻസ് നമുക്കുണ്ടാവും. എന്താണ്? സഹിഷ്ണുത നമ്മൾ പഠിക്കും. ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്തത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മുഴുവൻ യേശുവിനെ മനസ്സിലാക്കാനുള്ള അവസരമാണ്. പക്ഷെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തിരുത്തി വഴക്കിട്ട് നമ്മളെന്തോ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ്. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മൾ എൻ്റെ അപ്പച്ചനെ, എൻ്റെ കർത്താവിനെ എത്രമാത്രം അനുസരിക്കാത്തവരാ. അത് മനസ്സിലാക്കാനും കൂടിയാണ് കർത്താവ് തരുന്ന അവസരം. ചിലപ്പോൾ നമ്മൾ അനുസരിക്കേണ്ടത് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചുങ്ങൾ ശരിയാവാൻ സാധ്യതയുണ്ട്. അതിനുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, പല കുഴപ്പങ്ങളും കാരണം ഈ കൊച്ചുങ്ങളുടെ അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് തെറ്റ് തോന്നില്ല. ഞാനൊരു ദൈവദാസനാണല്ലോ, ഞാനൊരു സഭയിലെ പാസ്റ്റർ. ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും ആരാധനയ്ക്ക് പോകാത്ത കാരണം പല സ്ഥലത്തും, എല്ലാത്തിനും അതല്ല, ഈ പാസ്റ്റർമാരുടെയും കൂടെ കുഴപ്പമാണ്. കാരണം കൊച്ചു കാര്യത്തിന് ആ കൊച്ചൊരു കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു, ഉടനെ പാസ്റ്റർ പ്രസംഗത്തിൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ കളറുള്ള ഡ്രസ്സിനെ പറ്റിയാ. ഒരു മീശ വച്ചൊരു കുഞ്ഞു വന്നു, അത് വളർന്നു വരിക, അതിനെ
ദൈവവചനത്തിൽ എഴുതപ്പെടാത്ത കൽപ്പനയെക്കാട്ടിൽ വിഷയമാണിത്. ബൈബിളിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ എങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് അവർ വളർന്നു വന്ന തലമുറയിലാണ് ഇവരും ജീവിക്കുന്നതെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് എല്ലാ സഹായകരും ഒരു കുഞ്ഞിനെ അങ്ങ് തകർത്തു കളഞ്ഞാൽ ആ കൊച്ചു അധൈര്യപ്പെട്ടു പോകും. എന്നിട്ട് നമ്മളോട് പറയാം, എന്റെ കൊച്ചു പാസ്റ്ററെ അനുസരിക്കത്തില്ല, അപ്പം പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ആ പാസ്റ്റർ ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ തിരുത്താൻ പറ്റും, തയ്യാറായി. എത്രയോ കുഞ്ഞുങ്ങളാണെന്നറിയാമോ ഈ ദൈവവചന പ്രകാരമല്ലാത്ത ശുശ്രൂഷ നിമിത്തം സഭാരാധനയ്ക്ക് പോകാത്തത്. ഞാനൊരു പാസ്റ്ററായിരുന്നു കൊണ്ട് തന്നെ പറയാം. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകരുത്. ഈ വഴിയിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അധൈര്യപ്പെട്ടു പോകുകയോ പ്രകോപിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. എപ്പോഴും ഒരു പാസ്റ്റർ പറയുന്നത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോ പറഞ്ഞതുപോലുള്ള അങ്ങനെയുള്ള ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ എല്ലാ പ്രസംഗങ്ങളും വേദനിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്നെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി ഈ കൊച്ചിനെ കൊറ്റേ ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത്. ഇരുത്തി വേദനിപ്പിക്കുക, തകർത്ത് കളയുക. ചില കുഞ്ഞുങ്ങൾക്ക് മനക്കട്ടി ഉള്ളതുകൊണ്ടിരിക്കും അതങ്ങ് സഹിച്ചു പോകും. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് കേട്ട് 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 സഹിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ ആരായി പോകുന്നില്ലെന്നോ. എന്തിനാ എല്ലാ ഞായറാഴ്ച ചെയ്തിരുന്ന് ഇങ്ങനെ? അവർക്ക് പറ്റുന്നില്ല അങ്ങനെ ജീവിക്കാൻ. അതിന് മാതാപിതാക്കൾ പ്രത്യേകമായി കെയർ ചെയ്യണം. എന്താടാ പാസ്റ്ററിനെ കീഴടങ്ങി എന്നല്ല ചോദിക്കണ്ടേ. മക്കളെ, അവർ ഇതുകൊണ്ടാ പറയുന്നത്. അത് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് ബൈബിൾ എന്താ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളോളം ഉത്തരവാദിത്തം പാസ്റ്റർമാർക്കില്ല. അത് പിന്നീടാണ് പാസ്റ്റർമാരുടെ കൈകളിലേക്ക് വരുന്നത്. ദൈവം നിങ്ങളോട് ചോദിക്കുന്നു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുന്നെങ്കിൽ, കോപിക്കുന്നെങ്കിൽ, അത് കുഞ്ഞുങ്ങളുടെ തെറ്റാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ തിരുത്തിയാട്ടെ. അത് എപ്പോഴും ആകണമെന്നില്ല ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് നമ്മുടെ കൈകാര്യം ചെയ്യുന്നതിന്റെ തെറ്റാണെങ്കിൽ അത് മനസ്സിലാക്കി യേശുവിനെ അറിയുവാൻ, യേശു നമ്മളെ എങ്ങനെ ക്ഷമിച്ചെന്നും, യേശു നമ്മളോട് എങ്ങനെ പേഷ്യൻസ് കാണിച്ചെന്നും, യേശു നമ്മളെ എങ്ങനെ സ്നേഹിച്ചെന്നും, യേശു നമ്മളെ എങ്ങനെ എൻകറേജ് ചെയ്തെന്നും, ഞാൻ പത്രോസിന്റെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ശിക്ഷ നടപടികളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ആമേൻ. ആ കാര്യങ്ങളോട് ചേർത്ത് ചിന്തിച്ചാട്ടെ. വളർച്ചയിൽ ഇത് ആത്മീക വളർച്ചയുടെ ഭാഗം കൂടെയാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗങ്ങളെ പറ്റിയൊക്കെ ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരങ്ങൾ തരട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ മോശമായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ചില ആളുകളുണ്ട്, ഞാൻ ഒന്നുകൂടെ പറയുന്നത് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായി, 2 കുഞ്ഞുങ്ങളുടെ അല്ല 3 പേരോട് 3 രീതിയിൽ ഇടപെടുന്ന മാതാപിതാക്കൾ. തെറ്റാണത്. ചില മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നത് പോലുമില്ല അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നിങ്ങളോട് ആ ദേഷ്യമൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്, അവർ കർത്താവിന്റെ കൃപയിലേക്ക് വന്നില്ലെങ്കിൽ. ഇനി ഞാൻ ചുരുക്കം പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ട ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയാട്ടെ. നിങ്ങൾ മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ട ഒരു കുഞ്ഞാണ് ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്നതെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയാട്ടെ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്നും കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാകിയാൽ, ഇനി മോശമായി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വളർത്തിയവരാണെങ്കിലും, സ്നേഹത്തിന്റെ ആഴത്തിൽ ക്രിസ്തു നിങ്ങളോട് സ്നേഹിച്ചുകൊണ്ട് പറയുന്നു, മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളെ എന്റെ ജീവൻ തന്ന് സ്നേഹിക്കുന്നു. ആ സ്നേഹം മാത്രം മതി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും കടമ മനസ്സിലാക്കി ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, ക്രിസ്തു നമ്മളെ എത്രമാത്രം സഹിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ക്രിസ്തു എത്രമാത്രം നമ്മളെ എൻകറേജ് ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ക്രിസ്തു എത്രമാത്രം നമ്മളെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളെയും ഏൽപ്പിച്ചുകൊണ്ട്